കൂട്ടം സ്വഹാബാക്കൾ നബി തങ്ങളോടൊപ്പമുണ്ട്. അവരുടെ കൂട്ടത്തിൽ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് ഇവരൊക്കെ അടക്കമുള്ള ഒരു സംഘം ഉള്ള സമയത്താണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു ഭക്ഷണം ഒരുക്കിയത്. ആ ഭക്ഷണത്തിന് പറ്റിയ ഫലമ്മ അക്കലു ത്വആം, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അവർ ഒരുമിച്ച് കഴിച്ചിട്ട് ജലസു, അവരിങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വെച്ചാൽ എന്തായിരിക്കും നമ്മളെ സംസാരം? പഴം അത്ര വലിപ്പം വേണ്ടിയിരുന്നില്ല അല്ലേ, ചെറിയ പഴം മതിയായിരുന്നു. നമ്മൾ ഉള്ളീനൊരു അൽഹംദുലില്ലാ പറയലല്ലോ നമ്മളെ രീതി. ഏതാണ് അവിടെ കുറവുള്ളത് എന്ന് വെച്ചാൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കലാണ് നമ്മളെ ഒരു പ്രകൃതി. നമുക്കുള്ള ഒരു നഷ്ടവും അതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലോ കമ്മിറ്റിയിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ 10 കാര്യം ചെയ്തു, 9 അൽഹംദുലില്ലാ നല്ല റാഹത്തിലാണ്. ഒരു കാര്യത്തിൽ ഒരു വീഴ്ച പറ്റിയാൽ കമ്മിറ്റിയിൽ മുഴുവൻ അതാ ഉണ്ടാകുക, കുടുംബത്തിൽ മുഴുവനും അതാ ഉണ്ടാകുക. ഇനി അയാളെ കൊണ്ട് കിട്ടുന്ന 9 ഗുണം ഇല്ലാതെയാകുന്ന തരത്തിലാണ് നമ്മുടെ എല്ലാ സംസാരവും പോവുക. ഒരു കമ്മിറ്റിയിലും ഒരു കുടുംബത്തിലും അങ്ങനെ വരാൻ പാടില്ല. അത് നമുക്ക് പിശാചുണ്ടാക്കി തീർക്കുന്ന ഒരു രീതിയാണ്, ശൈത്താൻ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു രീതിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് ഒരു സംഗതിക്ക് ഒരു 100% പറയാൻ നമ്മളെ മലയാളത്തിൽ ഇങ്ങോട്ട് തയ്യാറാവില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അങ്ങനെ പറയും. തിരക്കേടില്ല, നന്നായി അൽഹംദുലില്ലാ, അത് പറയോ? പറഞ്ഞു എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്രേ നമ്മൾ പറയുള്ളൂ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേപോലെ തന്നെ ഇവിടെ അറബികളൊക്കെ നോക്കിയാൽ നിങ്ങൾ ചെറിയൊരു സംഗതി ചെയ്താൽ തന്നെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ ഇങ്ങനെ കാണും. ഞാനൊരിക്കൽ ദുബായിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ അവിടെയുള്ള എനിക്ക് പരിചയമുള്ള ഖാലിദ് എന്ന് പറഞ്ഞൊരു അറബി, അദ്ദേഹം കൊണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ആക്സിഡൻ്റ് ആയിട്ട് കന്തൂറിൽ മുഴുവൻ രക്തമായിട്ട് ഇങ്ങനെ നിൽക്കണം. ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി അദ്ദേഹത്തിൻ്റെ ഓടിക്ക് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം കൈഫ ഹാലക് അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. ഒരു 15 അൽഹംദുലില്ലാ കഴിഞ്ഞിട്ടാണ് മൂപ്പര് സംസാരം തുടങ്ങിയത്. ഒരു 15 അൽഹംദുലില്ലാ. പിന്നെ അദ്ദേഹം സംസാരിച്ച വാക്കുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അൽഹംദുലില്ലാ. അദ്ദേഹം പറഞ്ഞു അത് വണ്ടിയല്ലേ, അത് ഇരുമ്പാണ്, അതിന് തട്ടിയാൽ കുഴപ്പമില്ല. അദ്ദേഹം അതിങ്ങനെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മൾ വെള്ളമറച്ച് ബിരിയാണിയൊക്കെ വെച്ചിട്ട് എന്താ അർത്ഥം? അങ്ങനെ പോണ ഒരു ശുക്റിൻ്റെ പദം പൊതുവെ നമ്മളെ ഭാഷയിൽ തന്നെ എന്താണ് ശുക്റിൻ്റെ പദം ഒരു കുറവാണ്. ഒരു അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു കിട്ടൂല. ഉഷാറാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കിട്ടില്ല. കുഴപ്പമില്ല, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഹബീബുനാ റസൂലുള്ളാഹി. നമ്മൾ ദീനിയായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതേപോലെ തന്നെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ എപ്പോഴും എന്താണ് അതായത് കാണണം, അയാളെ വാക്കിൽ അത് കാണണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബിതങ്ങളും സ്വഹാബാക്കളും ഒരുമിച്ച് ആ ഭക്ഷണം കഴിച്ചിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫഖാമ ഫീഹിം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആ സഭയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഹൽക്കയായിട്ട് ഇരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ആ റാഹത്തുള്ള സംസാരത്തിന് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഫഖാമ ഫീഹിം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു ഹുബ്ബിബ ഇലയ്യ മിനദ്ദുനിയാ സലാസ്, ഹുബ്ബിബ ഇലയ്യ മിനദ്ദുനിയാ സലാസ്. ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ടെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. വരുന്ന ആളുകൾ അവിടെ തന്നെ ഇരുന്നാൽ ഇനി വരുന്നവർ എവിടെ ഇരിക്കും? കുറച്ചിങ്ങോട്ട് കഴിയും ഒന്നിങ്ങനെ ലേശം അതേ ഉടലുകൊണ്ട് നീങ്ങണം. ഇങ്ങനെ കാട്ടിയത് കൊണ്ട് സ്ഥലം കിട്ടൂല. നമ്മളാ നീങ്ങാൻ പറയുമ്പോൾ ഒന്നായിട്ട് നീങ്ങിയെങ്കിലേ സ്ഥലം കിട്ടുള്ളൂ. അള്ളാഹു ഖൈറ് തരട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആ വരുന്ന വഴിയിൽ തന്നെ ഇരുന്നാലേ ഇനി വരുന്ന ആളുകൾക്ക് ഇരിക്കണ്ടേ. അപ്പോൾ ഒന്നിങ്ങനെയാണ് നീങ്ങിയിരുന്നാൽ മതി. ശരി, അള്ളാഹു എന്നെ ഖൈറ് നൽകണേ അള്ളാഹ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ശ്രദ്ധിക്കണം വിഷയങ്ങൾ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇരുന്നപ്പോൾ ആ സദസ്സിൽ എഴുന്നേറ്റ് വന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഹുബ്ബിബ ഇലയ്യ മിനദ്ദുനിയാ സലാസ്. 3 കാര്യം ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഒന്ന് ഇക്സാറു സ്വലാത്തി അലൈക യാ റസൂലല്ലാഹ്. എന്താണ് ഇഷ്ടപ്പെട്ടിരിക്കുന്ന 3-ൽ 1?
നബിയെ തങ്ങളെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കാം, സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കാം. ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിങ്ങനെ പറയൽ നമുക്കൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? നമുക്കൊരു സന്താനം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു മകനൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ പറ്റി നമ്മൾ കാണുന്നവരോടൊക്കെ പറയും. കുട്ടിയുടെ തമാശ, കുട്ടിയുടെ കളി, കുട്ടിയുടെ വർത്തമാനം, കുട്ടിയുടെ ചിരി, കുട്ടി സംസാരിച്ചത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? നമ്മുടെ നാവ് കൊണ്ട് ഇഷ്ടപ്പെട്ടതിനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതൊരു വല്ലാത്ത സന്തോഷമാണ് അല്ലേ? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നമ്മുടെ ഹൃദയത്തിൽ നബിതങ്ങൾക്കൊരു സീറ്റുണ്ടോ? അപ്പൊ നബിതങ്ങളെ പറ്റി എങ്ങനെ പറയാ? എന്താണ് പറയുന്നത്? വാനലോകത്ത് അള്ളാഹു തആല ആദ്യം നബിതങ്ങളെ പറ്റി പറയാൻ തീരുമാനിച്ചു. എവിടൊക്കെ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആലമുൽ അർവാഹ്, ആലമുൽ മലക്കൂത്ത്, ആലമുൽ ഗൈബ്, മനുഷ്യനെന്നല്ല സൃഷ്ടികളുടെ കൈകടത്തലുകൾക്ക് ഒരിക്കലും സാധ്യതയില്ലാത്ത ലോകം അള്ളാഹുവിന്റെ ഹദറത്തുൽ ഖുദ്സ്. അവിടെ അള്ളാഹുവിന്റെ ഹദറത്തിൽ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു തആല നബിതങ്ങളെ പറ്റി പറയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് മലായിക്കത്തിന്റെ ലോകം, ആ മലക്കുകളുടെ ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുക. അപ്പൊ അവിടെ മുഴുവനും പിന്നെ അള്ളാഹു തആല എന്ത് പറഞ്ഞു? അവിടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭൂമിയിലും നിങ്ങൾ പറയണം. അതാണല്ലോ ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി അല്ലേ? അള്ളാഹുവിന്റെ ആ ലോകത്തൊക്കെ നബിതങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇനി നിങ്ങൾ ഭൂമിയിൽ പറയണം. അപ്പൊ മണ്ണിലും വിണ്ണിലും ഒരുപോലെ മുഹമ്മദ് മുസ്തഫ. ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് ഭൂമിയിൽ മുത്ത് നബിയെ കുറിച്ച് പറയാത്ത ഒരു മൈക്രോ സെക്കൻഡ് ഭൂമിയിൽ കഴിയുന്നില്ല. ഇങ്ങനത്തെ ഒരു നേതാവ്, ഇങ്ങനത്തെ ഒരു ആ ലോകത്തെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വേറെ ആരുണ്ട്? മുഹമ്മദ് മുസ്തഫ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്ത് ഇങ്ങനെ ഇക്സാറു സ്വലാത്തി അലൈക യാ റസൂലല്ലാഹ്. ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്ന് ഏതാണ്? നബിതങ്ങളെ പേരിൽ സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അള്ളാഹുവേ ഞങ്ങൾക്കതിന് ഭാഗ്യം തരണേ അല്ലാഹ്, ഞങ്ങളെ കുടുംബങ്ങൾക്ക് ആ ഭാഗ്യം നൽകണേ അല്ലാഹ്. രണ്ടാമത്തത് എന്താ? ഇൻഫാഖു മാലി അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹു തആല എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന സമ്പത്ത്, സിദ്ദീഖ് തങ്ങൾ പറയാണ്, അള്ളാഹു എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന സമ്പത്ത്, ആ സമ്പത്ത് മുത്ത് നബി ഇഷ്ടപ്പെടുന്നത് ഏതാണോ ആ ഇഷ്ടപ്പെടുന്ന വിഷയത്തിന് വേണ്ടി ചെലവാക്കുക. അല്ലാഹു റബ്ബി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എൻ്റെ കയ്യിൽ അള്ളാഹു തആല ഏൽപ്പിച്ചിരിക്കുന്ന സ്വത്ത്, ആ സ്വത്ത് നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണോ ആ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ എൻ്റെ സ്വത്ത് ചെലവഴിക്കുക. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതല്ലേ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് രണ്ടാളും കൂടെ മത്സരിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇന്ന് നബിതങ്ങൾക്ക് സദക്ക കൊടുത്തതിൽ ഞാൻ സിദ്ദീഖ് തങ്ങളെക്കാളും മുന്നിലെത്തിയേക്കും എന്ന് വിചാരിച്ചു. റസൂലുള്ളാഹിന്റെ അടുക്കൽ രണ്ടാളും എത്തി. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു ഉമർ ഖത്താബ് തങ്ങളോടും സിദ്ദീഖ് തങ്ങളോടും, സിദ്ദീഖേ നിങ്ങളെ കയ്യിലുള്ള സമ്പത്ത് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചല്ലോ, നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾ എന്താണ് ബാക്കി വെച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അള്ളാഹുവിനെയും റസൂലിനെയും ബാക്കി വെച്ചിട്ടുണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താ ബാക്കി വെച്ചത്? നബിയെ എൻ്റെ കയ്യിലുള്ള പകുതി സംഖ്യ ഞാൻ എടുത്തിട്ടുണ്ട്, പകുതി ഞാൻ എൻ്റെ കുടുംബത്തിന് വെച്ചിട്ടുണ്ട്. കണ്ട, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വൽ ജുലൂസ് ബൈന യദൈക യാ റസൂലല്ലാഹ്. ഞാൻ എപ്പോഴും തങ്ങളെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടാവുക. നിസ്കാരം തങ്ങളെ കൂടെ, ഭക്ഷണം റസൂലുള്ളാഹിന്റെ കൂടെ, യാത്ര തങ്ങളുടെ കൂടെ, വിശ്രമം തങ്ങളുടെ കൂടെ, എപ്പോഴും ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നബി തങ്ങളെ കണ്ട് നബി തങ്ങളെ കൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ തന്നെ ഇങ്ങനെ ചേർന്ന് നിൽക്കുക. അതാണ് 3 കാര്യം. ഒന്ന്, ഇക്സാറു സ്വലാത്തി അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അപ്പൊ നാവ് കൊണ്ട അല്ലേ? ഇൻഫാഖു മാലി അലൈക യാ റസൂലല്ലാഹ്, സമ്പത്ത് മുഴുവനും ചെലവഴിക്കുക. വൽ ജുലൂസ് ബൈന യദൈക, സമയം മുഴുവനും മുത്ത് നബിയുടെ കൂടെ. കണ്ടോ, അള്ളാഹു കൊടുത്തിരിക്കുന്ന എല്ലാ നിഅമത്തുകളും നബി മുഹമ്മദ് മുസ്തഫ. ഫജലസ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ആ സഭയിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നു. ഫഖാമ ഫീഹിം സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. മൂപ്പരത് പറഞ്ഞു ഇരുന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാസ്. നബിയെ, ഭൂമിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഭൂമിയിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഏതാണ് ആ 3 കാര്യം?
അല്ലാഹു റബ്ബി, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, ഇക്റാമുൽ ലൈഫ്, ഒന്ന് വിരുന്നുകാരെ സൽക്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരുന്ന് സൽക്കാരത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പറഞ്ഞത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു സദഖ റസൂലുള്ളാഹി. നിങ്ങൾക്ക് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലെ വിശ്വാസം കൊണ്ട് പാരത്രിക ലോകത്ത് ഗുണം കിട്ടണം എന്ന് താല്പര്യമുണ്ടോ? അതാണ് ആ ഹദീസിലെ ചോദ്യം. വിശ്വാസം കൊണ്ട് പലതും നേടും നമ്മൾ, അല്ലേ? വിശ്വാസം കൊണ്ട് ഇങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ വിചാരിക്കുന്നവരുണ്ടാവും, അല്ലേ? വിശ്വാസം കൊണ്ട് നല്ലൊരു പെണ്ണെട്ടാൻ വിചാരിച്ച ആളുണ്ടാവും, വിശ്വാസം കൊണ്ട് നല്ലൊരു കച്ചവടം തുടങ്ങാൻ വിചാരിച്ച ആളുണ്ടാവും, അല്ലേ? ചില ആളുകളൊക്കെ ഭയങ്കര ലോകം കൂടിയിട്ട് നല്ല മനുഷ്യന്മാരെപ്പണ് കൂടിയിട്ട് എന്താകും, കാശ് പറ്റിക്കാനുള്ള രീതിയായിരിക്കും. അതേപോലെ തന്നെ വേറെ ചില ആളുകൾക്ക് നല്ലൊരു കല്യാണം ഉണ്ടാകാനായിരിക്കും. ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ പലരും എന്ത് വിചാരിച്ചു വരുന്നുണ്ട്? നല്ലൊരു പെണ്ണെട്ടാൻ വേണ്ടി വിചാരിച്ചു വരുന്നുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല അവിടെ ഓർമ്മപ്പെടുത്തുന്നത് മൻ കാന യുഅ്മിനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വാസം, വൽ യൗമിൽ ആഖിർ, ഏതുകൊണ്ടും. അപ്പൊ ഈ വിശ്വാസം എവിടെ ഫലം ചെയ്യണം? വിശ്വാസം കൊണ്ട് ആഖിറത്തിൽ ഫലം കിട്ടണം. അങ്ങനത്തെ വിശ്വാസികളോട് ഫൽയുക്രിം ദൈഫഹു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ വിരുന്നുകാരെ നിങ്ങൾ സൽക്കരിക്കണം. അവിടെ പറഞ്ഞത് ഇക്റാം എന്നാണ്. കറമ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് കറമ് എന്ന് പറയുന്നത്. ഒരാള് അദ്ദേഹത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഏതിനെ താല്പര്യപ്പെടുന്ന ആളാണോ അത് അയാൾക്ക് കൊടുക്കുക. ചില ആളുകൾ സദസ്സിലേക്ക് വരുമ്പം എല്ലാവരും അദ്ദേഹത്തെ ഒന്ന് ആദരിക്കൽ അയാൾ ഒരു ആഗ്രഹിക്കണ കാര്യമായിരിക്കും, എങ്കിലും അയാൾ അങ്ങനെ സ്വീകരിക്കാം. വേറെ ചില ആളുകൾക്കൊരു സദസ്സിൽ വന്നാൽ നല്ല ഭക്ഷണം എന്തെങ്കിലും കിട്ടിയിട്ട് അതായിരിക്കും അയാൾ അദ്ദേഹത്തെ അങ്ങനെ സൽക്കരിക്കുക. വേറെ ചില ആളുകൾക്ക് സദസ്സിലുള്ള ആളുകൾക്ക് അയാളെ ഒന്ന് പറയാ, സഭയിൽ ഇന്ന ആൾ ഇവിടെ ഉണ്ട് എന്നൊന്ന് പറയാ, അതൊരു താല്പര്യപ്പെടുന്ന ആളായിരിക്കും. അതൊരു അഹങ്കാരത്തിനും മറ്റുമല്ല പറയുന്നത്, അതൊരു താല്പര്യപ്പെടുന്ന ഒരാളെ ഇക്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളെ സന്തോഷിപ്പിക്കലാണ്. അയാളെ സന്തോഷിപ്പിക്കൽ എങ്ങനെ? അയാൾ ഇഷ്ടപ്പെട്ട രീതിയിലല്ലേ അയാളെ സന്തോഷിപ്പിക്കല്, അല്ലേ? അപ്പൊ അതാണ് ഫൽയുക്രിം ദൈഫഹു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാസ്, ഭൂമിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഒന്നേതാ? ഇക്റാമുൽ ദൈഫ്, വിരുന്നുകാരെ സൽക്കരിക്കുക. വിരുന്നുകാരെ സൽക്കരിക്കുക, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മറ്റതോ വസ്സിയാമു ഫിസ്സൈഫ്, നല്ല ചൂടുള്ള കാലത്ത് നോമ്പെടുക്കുക. ആരാ പറയണത്? നമ്മൾ നോമ്പ് വരുന്നതിന്റെ മുമ്പ് തന്നെ പറയാൻ തുടങ്ങി, ഈ പ്രാവശ്യത്തെ നോമ്പുണ്ടല്ല ഭയങ്കര ചൂടാട്ടാ, അല്ലേ കുഞ്ഞുമനാജി? ഭയങ്കര ചൂടാ. എപ്പം പറയലോടും നമ്മള് നേരത്തെ തന്നെ പറയലോടും. ഒരു വിധം കഴിയുമെങ്കിൽ എന്തിനാകൂല, നോക്കാൻ കഴിയൂല എന്നുള്ള രീതിയിൽ. ഹജ്ജിന്റെ തീരുമാനമൊക്കെ ആയപ്പോൾ ഒരാളിനോട് ചോദിച്ചു, ഉസ്താദേ ഈ പ്രാവശ്യം മിനായിൽ തീപിടുത്തിട്ടുണ്ടാകുമെന്ന് ചോദിച്ചു. അപ്പം അല്ല, തീപിടുത്തുണ്ടെങ്കിൽ മൂപ്പർക്ക് പോരാൻ പരിപാടി ഉണ്ടാവില്ല എന്നുള്ള ആൾക്കാർ. അപ്പോൾ ഏതോ വർഷം അവിടെ തീപിടുത്തുണ്ടായിക്കാണ്, അത് വിചാരിച്ചിട്ട് ഇക്കൊല്ലം തന്നെ മൂപ്പര് ഏതിനും ഒരുങ്ങണില്ല. അഥവാ തീപിടുത്തുണ്ടാകുകയാണെങ്കിൽ ഞാനവിടെ ഇല്ല എന്നുള്ളടത്താണ് നിൽക്കണത്. അപ്പം നമ്മളെയൊക്കെ ഒരു താല്പര്യം അങ്ങനെയാ പോവുക. ത്യാഗത്തിന് നമ്മൾ തയ്യാറില്ല, ഒരു സംഗതിയിൽ ഒരു ത്യാഗത്തിനില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? നല്ല ചൂട് കാലത്ത് നോമ്പ് വരും, അപ്പോഴല്ലേ നോമ്പിനൊരു ഹരമുള്ളൂ എന്നുള്ളിടത്താണ് ആര് നിൽക്കണത്? അല്ലാഹു റബ്ബി ഉമർ ഇബ്നുൽ ഖത്താബ്. മൂന്നാമത്തത് ബഹുമാനപ്പെട്ടവർ എന്താ ഓർമ്മപ്പെടുത്തുന്നത്? വല്ലറബു ബിസ്സൈഫ് ബൈന യദൈ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ടിരിക്കും അബ്ദുറഹ്മാൻ ഹാജി. ഞാൻ ഈ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ എയർപോർട്ടിൽ നിന്നേ സ്വീകരിച്ചു മൂപ്പൻ. എയർപോർട്ടിൽ ചായ ക്ലാസ് ഉണ്ട്, വലിയ ക്ലാസ്സിലാണ് ചായ. പക്ഷെ അതിനനുസരിച്ച് പൈസയും കൊടുക്കാണ്ട, വെറുതെ അവിടെ പോയി ചിരിച്ചു വാങ്ങാൻ നിൽക്കണ്ട. അല്ലാഹു റബ്ബി. നമ്മളെ കൂടെ ഹജ്ജിന് വന്നിരുന്നു 2 പ്രായമുള്ള അമ്മാമിയും പാപ്പിയും കൂടി. നാട്ടിലുള്ള പ്രായമുള്ള ആൾക്കാർക്ക് ഇടക്കിടക്ക് കട്ടൻ ചായ കിട്ടണം, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇവർക്ക് രണ്ടാക്കും ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി നോക്കുമ്പോൾ കട്ടൻ ചായ കിട്ടായിട്ട് രണ്ടാക്കും ഭയങ്കരക്ക് കുറേ ഇങ്ങനെ ക്ലാസ് ചെയ്തപ്പോൾ ഈ വയസ്സായ ആൾ വന്നിട്ടുണ്ട്, ഉസ്താദേ ഇവിടെ ഒരു കട്ടൻ ചായ കിട്ടുമോ വെച്ചു, ഒരു കടിഞ്ചായ കിട്ടുമോ എന്ന് വെച്ചു. അപ്പോൾ ആ ജിദ്ദ എയർപോർട്ടിൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ട് ഒരു മലയാളി കച്ചവടക്കാരൻ. ഞാൻ ഓൻ്റെ അടുത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ആ കുട്ടിൻ്റെ അടുത്ത് കിട്ടും ചായ എന്ന് പറഞ്ഞു. അവിടെ പോയി ഇവർ ചായ ചോദിച്ചു. എത്ര ചായക്ക് ചോദിച്ചു? ചായക്ക് 5 റിയാലാണ് ചോദിച്ചു. 1നോ 2എണ്ണത്തിനോ ചോദിച്ചു. ഇവർ ഓരോന്നിനും 5 റിയാലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പുറംകളി കാണും ഇടയ്ക്കിടയ്ക്ക്.
അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ 5 റിയാലാണെന്ന് പറഞ്ഞപ്പോൾ വല്യമ്മ വല്യപ്പാനെന്ന് നോക്കി, വല്യപ്പ വല്യമ്മാനെ നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനെ നോക്കിയിട്ട് ഒരു രണ്ടാളും കൊണ്ട് പോകുന്നു. കുറേ കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് ചോദിച്ചു, അല്ല ചായ ഒക്കെ കുടിച്ചില്ല ചോദിച്ചു. ഇപ്പം അങ്ങനത്തെ ദാഹമൊന്നുമില്ല. അല്ലാഹു റബ്ബി, നാട്ടിലുള്ള ആൾക്കാരെ ഇന്ത്യൻ്റെ പൈസ കൊടുത്തുകൊണ്ട് റിയാൽ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബല ഓൽക്കുണ്ടാവും. അള്ളാഹു നമുക്കെല്ലാം റഹ്മത്ത് തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവശയം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 2 കാര്യം പറഞ്ഞു. ഒന്ന് ഇക്റാമുൽ ലൈഫ്, വിരുന്നുകാരെ സൽക്കരിക്കുക. 2 വസ്തുയാം, നല്ല ചൂട് കാലത്ത് നോമ്പെടുക്കുക. മൂന്നാമത്തതോ വല്ലർബു ബിസ്സൈഫി ബൈന യദൈ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർഡർ പ്രകാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർഡർ പ്രകാരം വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുക. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം. സുബ്ഹാനല്ലാഹ്. മൂപ്പർ അവിടെ ഇരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുന്നപ്പോൾ ഫഖാമ ഫീഹിം സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എപ്പോഴും ഒരു ലോല മനസ്സാണ്. ബഹുമാനപ്പെട്ടവർ വളരെ സമാധാനിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുന്നിടത്തൊക്കെ റസൂലുള്ളാഹി ആരെയാക്കും? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വളരെ സൗമ്യനാണ്. എത്രത്തോളം? ഏത് ഭരണപരമായ കാര്യങ്ങളിലൊക്കെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ടായപ്പോഴും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പതിവ് പോലെ ഈത്തപ്പനത്തോട്ടത്തിൽ വെള്ളം നനക്കാണ്. ആളുകൾ ചോദിച്ചു, ഉസ്മാനെ എന്താ നിങ്ങളെ സ്ഥിതി? എൻ്റെ നിങ്ങളിവിടെ ഈത്തപ്പനത്തോട്ടത്തിൽ നനച്ച് നിൽക്കുകയാണോ? എന്തൊക്കെയാണ് അവിടെ ചർച്ച നടക്കുന്നത്? അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ എന്നെ സംബന്ധിച്ച് ഓർക്കുന്നതിന് എന്തെങ്കിലും ഞാനിവിടെ ചെയ്തു വെക്കണ്ടേ? ഈ ആകാശത്തിന് മുകളിലൂടെ പറക്കുന്ന പക്ഷി അതിൻ്റെ ചിറക് തളർന്നിട്ട് ഈ മരക്കൊമ്പിൽ ഇരിക്കുമ്പോൾ ഉസ്മാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മരം എനിക്കൊരു തണലായല്ലോ. ആ പക്ഷിക്ക് ആശ്വാസം കിട്ടുമ്പോൾ അതെൻ്റെ ഖബറിലേക്ക് കിട്ടൂലേ? ഈ ഭൂമിയിലൂടെ ഇഴഞ്ഞു നടക്കുന്ന ഇഴഞ്ചെത്തുക്കൾ പലതും ഈ മരുഭൂമിയുടെ കഠിനമായ ചൂടിൽ ഈ ഈത്തപ്പന മരത്തിന്റെ താഴ്ഭാഗത്ത് എത്തുമ്പോൾ അതിനൊരു ആശ്വാസം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം എൻ്റെ ഖബറിലേക്ക് കിട്ടൂലേ? ഞാൻ എൻ്റെ ഖബറിലേക്ക് വല്ലതും സമ്പാദിക്കണ്ടേ എന്നാണ് ഈത്തപ്പന കൃഷിയെ പറ്റി ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അത്ര സമാധാനിയാണ് ആള്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാസ്, ഭൂമിയിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഭൂമിയിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഒന്നേതാണ്? ഇഫ്ശാഉസ്സലാം. ഇഫ്ശാഉസ്സലാം, ധാരാളം ആളുകൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ അവസരം കിട്ടുക. നമ്മൾ ഇന്നൊരു വില കൽപ്പിക്കാതെ പോകുന്ന സംഗതിയാണ് സലാം പറയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ തമ്മിൽ മഹബ്ബത്ത് ഉണ്ടാകാൻ, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ പാലം പണിയുക, അതാണ് അസ്സലാമു അലൈക്കും. അസ്സലാം എന്നത് ഏതാണ്? അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് അസ്സലാം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാം. സലാം, അല്ലാഹ് സമാധാനത്തിന്റെ ദാതാവ് എന്നതാണ് അസ്സലാം. ആ അസ്സലാം ചേർത്തുകൊണ്ട് അസ്സലാമു അലൈക്കും, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ ഒരു പാലം പണിയുകയാണ്. ഔസ് ഖസ്റജ് 2 വിഭാഗമാണ് മദീനയിൽ. അന്നത്തെ 2 വിഭാഗം എന്ന് പറഞ്ഞാൽ LDFും UDFും ആണത്. നമുക്ക് വേഗം മനസ്സിലാക്കാൻ, ചെറിയ ചെറിയ സഖ്യകക്ഷികളൊക്കെ ഒരു മുന്നണി ചേർന്നിട്ട് ഒരു മുന്നണിയായി വരിക. ഔസ് ഖസ്റജ് മദീനയിലെ 2 വിഭാഗം. അവർ 2 വിഭാഗത്തെയും നബി മുഹമ്മദ് മുസ്തഫ ഒരു നൂലിൽ കോർത്ത മാലമണികളെ പോലെ ഒരുമിച്ച് കൂട്ടിയത് എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി ആ സലാമിനെ മഹബത്ത് വെച്ചിട്ട് സ്വഹാബാക്കൾ എന്താണ്? സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒരിക്കൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ വന്നു. റസൂലുള്ളാഹി അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പതുക്കെ സലാം മടക്കി, നബി തങ്ങൾ കേൾക്കാത്ത രൂപത്തിൽ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി സലാം ചൊല്ലി. രണ്ടാമത് സലാം ചൊല്ലിയപ്പോഴും സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു പതുക്കെ സലാം മടക്കി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മൂന്നാമതും പറഞ്ഞു. മൂന്നാമത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി ഒന്ന് സൗണ്ട് കൂട്ടിയിട്ട് സലാം മടക്കി. അല്ലാഹു റബ്ബി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം സലാം ചൊല്ലിയപ്പോഴാണ് മടക്കി. എന്നിട്ട് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നബിയേ, തങ്ങളെ ആദ്യത്തെ സലാം ഞാൻ കേട്ടിട്ടുണ്ട്, മടക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, മടക്കിയിട്ടുണ്ട്. പക്ഷേ തങ്ങളെ കേൾക്കാതെ ഞാൻ പതുക്കെ മടക്കിയത് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹിന്റെ സലാമത്ത് ഉണ്ടാകട്ടെ എന്ന തങ്ങളെ സലാം എനിക്കൊരു 3 പ്രാവശ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും തങ്ങൾ പറയട്ടെ എന്ന് ഓർത്തതാണ്. കണ്ടോ നിങ്ങൾ? ആരാ സലാം പറയണത്? ഹബീബുനാ റസൂലുള്ളാഹ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് മഹബത്തിന്റെ പാലം പണിയലാണ്. അതാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഏത് സമയത്തും വാപ്പ മക്കളോട് അസ്സലാമു അലൈക്കും, മക്കൾ വാപ്പാനോട് അസ്സലാമു അലൈക്കും, ഭാര്യ ഭർത്താവിനോട് അസ്സലാമു അലൈക്കും, ഭർത്താവ് ഭാര്യയോട് അസ്സലാമു അലൈക്കും, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും, തിരിച്ച് കയറി ചെന്നാൽ അസ്സലാമു അലൈക്കും. മക്കള്, കുട്ടികൾ, ആരും ആരോടും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിടയിൽ മഹബത്ത് വേണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും, നിങ്ങൾക്ക് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും. ആ ഹൃദയത്തിൽ നിങ്ങൾക്ക് ആ മഹബത്ത് ഉണ്ടാകണോ? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ അസ്സലാമു അലൈക്കും പറയണേ. അങ്ങോട്ട് അസ്സലാമു അലൈക്കും, ഇങ്ങോട്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, അങ്ങോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഇങ്ങോട്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ചില ആൾക്കാർ ഇവിടുന്നാണ് പറയുമ്പോൾ തന്നെ മുഴുവൻ പറഞ്ഞു തീർക്കും. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നവർക്ക് അധികം പറയാൻ പിന്നെ ലഫ്ളില്ലാതെയാവും. അതെ, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതോടുകൂടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രിയപ്പെട്ട മുഅ്മിനുകളെ അത് എങ്ങനെ പറയണം? അസ്സലാം എന്നത് അള്ളാഹുവിന്റെ പേരാണ്. അപ്പൊ അത് പറയുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു ബോഡി ലാംഗ്വേജ്, അതിനനുസരിച്ചൊരു ശരീരഭാഷ, അതെങ്ങനെയാണ്? ഒരു വിനയത്തിന്റെ, അതെങ്ങനെയാണ്? ഒരു മുഖപ്രസന്നതയുടെ, അതെങ്ങനെയാണ്? ഒരു പുഞ്ചിരിയുടെ. അങ്ങനെയാണ് അസ്സലാമു അലൈക്കും. മുദ്രാവാക്യം വിളിക്കലല്ല, മുദ്രാവാക്യം വിളിക്കലല്ല. ആ പ്രാർത്ഥനാ വാചകത്തിനനുസരിച്ച് നമ്മൾ എന്തു വേണം? നമ്മുടെ ശരീരഭാഷയും കൂടി ഇതിനോട് ചേർന്ന് വരണം. അപ്പോ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു പാലം എന്ന് പറയുന്നത് എന്താണ്? അങ്ങോട്ടും കടക്കുക, ഇങ്ങോട്ടും കടക്കുക. അതാണ് പാലം. മുഅ്മിനീങ്ങളായ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആദ്യ പ്രധാനപ്പെട്ട പല സ്വഹാബാക്കൾക്കും ഒരു പതിവുണ്ടായിരുന്നു. എന്താ? യാ റബ്ബ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ അങ്ങാടി പോകും, കൂടെ ഒരു പരിചാരകനുണ്ട്. അങ്ങനെ നടന്നങ്ങനെ പോയി, അങ്ങേ തലക്ക വരെ പോയി, തിരിച്ചിങ്ങോട്ടും പോന്നു. ഒരു സാധനം വാങ്ങേ, ഒരു വിവരം